മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാട്ടർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. താനൂർ കാട്ടിലങ്ങാടി തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. താനൂർ കാട്ടിലങ്ങാടി ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് താലപ്പൊലി മഹോത്സവത്തിന് ഇന്ന് കൊടിയേറി. രാവിലെ നടന്ന കൊടിയേറ്റ് ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി സുനിൽ തിരുമേനി കൊടിയേറ്റിയതോടുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആരംഭം കുറിച്ചു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടി കാലത്ത് 5 മണിക്ക് നട തുറന്ന് ഗണപതി ഹോമത്തോടുകൂടി തുടക്കം കുറിക്കും. ഇന്ന് പാലമുറി, ദീപാരാധന, സ്വരലയ ഡാൻസ് അക്കാദമിയുടെ നൃത്തങ്ങൾ, AR ഡാൻസ് അക്കാദമിയുടെ നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. പിന്നീടുള്ള ദിവസങ്ങളിൽ 5 മണിക്ക് നട തുറന്ന ഗണപതി ഹോമത്തോടുകൂടി ഉത്സവാഘോഷത്തിന് ആരംഭം കുറിക്കും. ബുധനാഴ്ച രാത്രി 7:30 കാശ്യപ് വേദ റിസർച്ച് ഫൗണ്ടേഷൻ ട്രസ്റ്റി വിപിനാരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. വ്യാഴാഴ്ച രാത്രി 7:30 ശ്രീരാഗം പാട്ടുകൂട്ടം താനൂരിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള അരങ്ങേറും. വെള്ളിയാഴ്ച കൃഷ്ണപുരത്ത് മുരളിയും സംഘവും നടത്തുന്ന ഓട്ടംതുള്ളൽ അരങ്ങേറും. ശനിയാഴ്ച പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും നൃത്ത സംഗീത നിശയുണ്ടായിരിക്കും. ഞായറാഴ്ച രാത്രി 7:30 മൂകാംബിക ഭജന സംഘം അവതരിപ്പിക്കുന്ന ഭജൻസ് അരങ്ങേറും. തിങ്കളാഴ്ച രാത്രി 7:30 സമൂഹ തിരുവാതിരക്കളി അരങ്ങേറും. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് നട തുറന്ന് 5:30 ഗണപതി ഹോമത്തോടു കൂടി തുടക്കമാകും. ശ്രീ സുനിൽ തിരുമേനി കൊടിയേറ്റിയതോടുകൂടി ഉത്സവത്തിന് ആരംഭം കുറിക്കുകയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്നു മുതൽ വൈകിട്ട് എല്ലാ ദിവസവും കുട്ടികളുടെയും സമൂഹത്തിലെ വിവിധ കലാക്ഷേത്രങ്ങളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ വൈകുന്നേരങ്ങളിൽ നടക്കുന്നതാണ്. മാർച്ച് 5-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട്. അന്ന് ഉച്ചയ്ക്ക് സമൂഹ സദ്യ 12 മണിക്ക് സമൂഹ സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വൈകിട്ട് 5-ാം തീയതി വൈകിട്ട് പ്രശസ്തരായ പോരൂർ ഉണ്ണികൃഷ്ണേട്ടനും കൽപ്പാത്തി ബാലകൃഷ്ണേട്ടനും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വിശ്വാസികളെയും അന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. രാവിലെ 6:30 ഗീതാപാരായണം, ഉഷപൂജ, തിടമ്പെഴുന്നള്ളത്ത്, ഉച്ചപൂജ, പ്രസാദഊട്ട്, ഗ്രാമപ്രദക്ഷിണം, ആട്ടുണർത്തൽ, ദീപാരാധന, കൽപ്പാത്തി ബാലകൃഷ്ണൻ, പോരൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക, അത്താഴപൂജ, ഭഗവതിയാട്ട്, കൊടിവരവ്, കനലാട്ടം, താലപ്പൊലി എഴുന്നള്ളത്ത് എന്നിവയുണ്ടായിരിക്കും. ബുധനാഴ്ച പുലർച്ചെ 5:30 മുടിയാട്ടത്തോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ഊരാളൻ സി വാസുദേവൻ, സെക്രട്ടറി സി സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് PV രവി, P ഗംഗാധരൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MV ലക്ഷ്മണൻ, C ചന്ദ്രശേഖരൻ, M രാധാകൃഷ്ണൻ, B ഉണ്ണികൃഷ്ണൻ, C ദാസൻ, ക്ഷേത്രമേൽശാന്തി സുനിൽ തിരുമേനി, നർത്തകൻ അപ്പുക്കുട്ടനൊഴൂർ എന്നിവർ നേതൃത്വം നൽകി. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ക്ഷേത്ര നർത്തകൻ അപ്പുക്കുട്ടനൊഴൂർ നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.